എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വെബ് പേജ് സ്റ്റൈലാക്കാൻ പോകുന്നത്. ആദ്യം ഫയൽസിൽ പോയിട്ട് സ്കൂൾ റിസോഴ്സസിൽ പോയിട്ട് ക്ലാസ് 10ൽ പോയിട്ട് വെബ് ഡിസൈനിങ് എന്ന ഫോൾഡറിൽ പോയിട്ട് ഇവിടെ ഒരുപാട് ഫയൽസ് കാണുന്നുണ്ടാവും. 2 HTML ഫയല്, 3 PNG ഫയല്, പിന്നെ 2 JPG ഫയല്. നമ്മൾ ഇത് മൊത്തം നമ്മുടേതായ ഒരു ഫോൾഡറിൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഇതെല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഒരു ഫയലിൽ ഒന്ന് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള അവിടെ ഇങ്ങനെ ഞാൻ ഇത് സേവ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിന് ഞാൻ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫോൾഡറിൽ പോയിട്ട് വെബ് ഡിസൈനിങ് എന്ന പേര് കൊടുത്തിട്ട് പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുന്നു. ഇനി പുതിയ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ ഫയലും പേസ്റ്റ് ആയി കാണും. ഇനി നമ്മൾ ഈ വൺ പ്രൊഡക്റ്റ് ബേസിക് .html റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആവുന്ന ഫയർഫോക്സ് വെബ് ബ്രൗസറിലാണ്. ഈ ഫയർഫോക്സ് വെബ് ബ്രൗസറിലാണ് നമ്മുടെ ഈ വെബ്സൈറ്റ് കാണാം. ഇനി നെക്സ്റ്റ് ഈ ഒരു HTML ഫയല് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷനിൽ പോയിട്ട് ടെക്സ്റ്റ് എഡിറ്റർ നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഈ ടെക്സ്റ്റ് എഡിറ്റർ കണ്ടില്ലെങ്കിൽ വ്യൂ ആൾ ആപ്ലിക്കേഷനിൽ പോയിട്ട് സ്ക്രോൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്തിട്ട് TEXT എന്ന് അടിക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് എഡിറ്റർ വരും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് എന്ന് കൊടുക്കുന്നു. നമുക്ക് കാണാം ഇവിടെ അങ്ങനെ വൺ പ്രൊഡക്റ്റ് ബേസിക് .html എന്ന ഫയല് അതിൻ്റെ HTML കോഡാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി നമ്മൾ ഫയർഫോക്സ് ആ വിൻഡോ എടുക്കാൻ പോകുന്നു. ഇവിടെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊരു സൈഡിൽ വയ്ക്കാൻ പോകുന്നു. ഇവിടെ വെച്ചിട്ട് ഇനി നമ്മൾ ഈ ഒരു വെബ് പേജ് എങ്ങനെയാണ് സ്റ്റൈലാക്കാൻ പോകുന്നത് നമുക്ക് പഠിക്കാം. നമ്മൾ ഈ H2 ടാഗിന്റെ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്ന മുമ്പേ ഈ ഭാഗത്തായിട്ട് ഒരു സ്പേസ് അമർത്തിയിട്ട് സ്റ്റൈൽ ഈക്വൽസ് ഡബിൾ കോളൻ ഈ 2 ഡബിൾ കോളൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കളർ പിന്നെ ഒരു ഫുൾ കോളൻ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ റെഡ് എന്ന് കൊടുക്കുന്നു. റെഡ് എന്ന് കൊടുത്തിട്ട് ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ട് ഇവിടെ മാറ്റുന്ന കണ്ടില്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് റീലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇങ്ങനെ റെഡ് ആയിരിക്കുന്നു ഈ ഫീച്ചർ പ്രൊട്ടക്ഷൻ എന്ന്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഡിവിഷൻ ടാഗ് ആ ഡിവിഷൻ ടാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലൂ ആക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അതേപോലെ തന്നെ സ്റ്റൈൽ ഈക്വൽസ് 2 കൊട്ടേഷൻ മാർക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ ബാക്ക്ഗ്രൗണ്ട് കളറാട്ടോ, കാരണം അത് ബാക്ക്ഗ്രൗണ്ട് കളറിൽ നമുക്ക് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഇനി ഫുൾ കോളൻ ഇട്ടിട്ട് ടീലൊന്ന് നോക്കി സേവ്. പിന്നെ ഇവിടെ റീലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ടീൽ കളറാണ് വരിക. ഇത് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ടീൽ മാറ്റിയിട്ട് സയാനാക്കും. കുറച്ച് ബ്രൈറ്റ് ആയിരിക്കും. ഇനി ഈ ഹാൻഡ് മെയ്ഡ് സോപ്സ് എന്ന ഇവിടെ ഇങ്ങനെ ഞാൻ ഇവിടെ സെൻറ്റർ ആക്കിയിട്ട് കൊടുക്കുന്നു. അതിനാലാണ് ഞാൻ H3 ടാഗിൻ്റെ ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ആവുന്ന മുമ്പേ സ്പേസ് അമർത്തിയിട്ട് സ്റ്റൈല് ഈക്വൽസ് 2 കൊട്ടേഷൻ മാർക്ക് അതിൻ്റെ ഇടയിൽ ടെക്സ്റ്റ് ഹൈഫ് ഇട്ട് അലൈൻ ഫുൾ കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ട് സെൻറ്റർ എന്ന് കൊടുക്കണം.
സേവ് ചെയ്തിട്ട് ഞാൻ റീലോഡ് ചെയ്യുന്നു. നമുക്ക് കാണാം ഇത് സെൻറ്റർ ആക്കിയിരിക്കുന്നു. ഇനി ഇതിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് ഒരേ ലൈൻ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് സെൻറ്റർ കഴിഞ്ഞിട്ട് അവിടെ സെമിക്കോളൻ ഇടുന്നു. ഇതാണ് ഒരു ലൈൻ ബ്രേക്ക്, ഈ കോഡിൻ്റെ ലൈൻ ബ്രേക്ക്. ഇനി സ്പേസ് അമർത്തിയിട്ട് കളർ ഫുൾ കോളൻ ഞാൻ ഇടാൻ പോകുന്നത് റെഡാണ്. ഇനി റെഡ് ആക്കിയിട്ട് സേവ് എന്ന് കൊടുത്തിട്ട് ആക്കുമ്പോൾ ഇവിടെ റെഡ് കളറാണ് വരുന്നത്. ഇവിടെ ഏറ്റവും അവസാനം ആവുമ്പോൾ സെമിക്കോളൻ ഇടണമെന്ന് ഇല്ല. ഇനി നെക്സ്റ്റ് ഈ പാരഗ്രാഫ് ആണല്ലേ, അതൊന്ന് സെൻറ്റർ ആക്കാം, കൂടാതെ ഒന്ന് ബോൾഡ് ആക്കാൻ നോക്കാം. ഈ പി എന്ന ടാഗ് പാരഗ്രാഫ് ടാഗിൻ്റെ ഇപ്പുറത്തായിട്ട് വീണ്ടും സ്റ്റൈൽ ഈക്വൽസ് രണ്ട് കൊട്ടേഷൻ മാർക്ക്. ഇവിടെ ഇങ്ങനെ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റ് ഹൈഫിട്ട് അലൈൻ ഫുൾ കോളൻ സ്പേസ് അമർത്തിയിട്ട് സെൻറ്റർ. ഇവിടെ ഒന്ന് സെമിക്കോളൻ ഇട്ടിട്ട് ഞാൻ ഇവിടെ ഫോണ്ട് വെയിറ്റ് ഫുൾ കോളൻ ബോൾഡ്. ഇവിടെ പോയിട്ട് കളർ ഫുൾ കോളൻ. ഇവിടെ ഞാൻ ഇഷ്ടമുള്ള ഒരു കളർ കൊടുക്കുന്നു, ഇവിടെ യെല്ലോ കൊടുക്കാം. ഇനി ഞാൻ സെമിക്കോളൻ ഇടുന്നു. ഇനി ഇവിടെ സേവ് ചെയ്ത് റീലോഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഇത് സെൻറ്റർ ആക്കി ബോൾഡായി. പക്ഷേ ഈ യെല്ലോ എന്ന കളർ നമുക്ക് നേരെ കാണാൻ കഴിയില്ല. അപ്പം ഞാൻ ഇതും ഒന്ന് റെഡ് ആക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് കളറാണ് വയ്ക്കേണ്ടത്. ഈ സേവ് കൊടുത്തിട്ട് റീലോഡ് ചെയ്യുമ്പോൾ ഇതാ റെഡ് ആകുമ്പോൾ നമുക്ക് നേരെ കാണാൻ കഴിയും. അപ്പം ഇതാണ് നമ്മൾ എങ്ങനെയാണ് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നത് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഇങ്ങനെ സേവ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ഫോൾഡറിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഈ 3 വര കാണില്ലേ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഡോക്യുമെൻറ്റ്സിൽ വെക്കാം. എന്നിട്ട് ഇവിടെ വൺ പ്രോഡക്റ്റ് ബേസിക് .html നിങ്ങളുടെ ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കാം. എന്നിട്ട് അവിടെ സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ അത് അവിടെ സേവ് ആയി കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ എങ്ങനെയാണ് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഇത് മൊത്തം ക്ലോസ് ചെയ്തിട്ട് ഫയൽസിൽ പോയിട്ട് ഡോക്യുമെൻറ്റ്സിൽ പോകുമ്പോൾ ഇതാ വൺ പ്രോഡക്റ്റ് ബേസിക് .html നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെയല്ലേ ഈ ഇമേജ് ഇല്ലാത്ത കാരണമാണ് ഇവിടെ ഇമേജ് ഇല്ലാത്തത്. അതിനാലാണ് ആ ഇമേജില്ലേ നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്ത് വെബ് ഡിസൈനിങ് ആ soaps.png അത് നമ്മൾ കോപ്പി ചെയ്യാൻ പോവാണ്. കോപ്പി പിന്നെ ഡോക്യുമെൻറ്റ്സിൽ പോയിട്ട് അത് ഇവിടെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ ആ ബ്രൗസർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊന്ന് റീലോഡ് ചെയ്യുമ്പോൾ ഇതാ ആ ഇമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു, ബൈ.